കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത CMF by Nothing But 2 കമ്പാരിസൺ വീഡിയോയിൽ വന്നൊരു കമന്റ് ആയിരുന്നേ. CMF by Nothing But 2 മേടിക്കണോ, ഇനി അതല്ല റിയൽമി ബഡ്സ് T500 Pro മേടിക്കണോ? രണ്ടും 3000 രൂപയ്ക്കുള്ളിലാണ് കിട്ടുന്നത്. രണ്ടും അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്, കൂടാതെ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ്. ആദ്യം തന്നെ ഇതിലെടുത്ത് പറയാനുള്ളത്, രണ്ടും ഫിസിക്കലി വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു നിർവാഹമില്ല, പക്ഷെ രണ്ടും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. കൂടാതെ ലോ ലേറ്റൻസി ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മൈക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡെമോയും ഇതിനകത്ത് ബാക്ക് ടു ബാക്ക് ഇട്ട് തരാം. സോ നിങ്ങൾക്ക് അതെല്ലാം കാണുമ്പോഴത്തേക്ക് ഏതായിരിക്കും ഞാൻ മേടിച്ചാൽ വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളത് വേറെ ഒരു സംശയമില്ല കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതുപോലുള്ള കമ്പാരിസൺ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഓഫർ അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് ഇയർബഡ്സ് ഉണ്ട്, കൂടാതെ ഡൈ കാസ്, അതായത് മെറ്റൽ അലോയ് കാസ് എല്ലാം തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ CMF by Nothing But 2 വല കൂടിയതുപോലെ തന്നെ റിയൽമി ബഡ്സ് T500 Proയ്ക്കും ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ റേറ്റുകൾ നോക്കുകയാണെങ്കിൽ 2999 രൂപയാണ് ഇപ്പോൾ റിയൽമി ബഡ്സ് T500 Proയുടെ നോർമൽ റേറ്റ്. പക്ഷേ ഇത് ഇറങ്ങിയ സമയത്ത് 2599 എന്നുള്ള സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വന്നത്. അതിനുശേഷം 2799 എന്നുള്ള നോർമൽ റേറ്റിലേക്ക് വന്നതാണ്. ഇപ്പോൾ പക്ഷേ 2999 രൂപയ്ക്കാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. 3000 രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി CMF by Nothing But 2ലേക്ക് വേണമെങ്കിൽ 2699 എന്നുള്ള നോർമൽ റേറ്റിലായിരുന്നു ഇത് ആദ്യം ഇറങ്ങിയത്. എന്നാൽ അതിനുശേഷം ഇതങ്ങോട്ട് 2499, 2399 എന്നുള്ള റേറ്റുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫർ സമയങ്ങളിൽ നമുക്ക് 2299, 2199 കിട്ടുമായിരുന്നു. പിന്നെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ്, ദീപാവലി സെയിലൊക്കെ തുടങ്ങിയ കഴിഞ്ഞ വർഷം മുതൽ നമുക്കിത് 1999 രൂപയ്ക്കും, എല്ലാ ഓഫറുകളിലും ഇല്ലെങ്കിൽ പോലും ചില ഓഫറുകളിൽ നമുക്ക് 1999 രൂപയ്ക്ക് പോലും കിട്ടുമായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഇനി നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇനി CMF by Nothing But 2 അടുത്ത എന്താ പറയുക ബിഗ് ബില്യൺ ഡേയ്സിൽ 1999 കിട്ടുന്നുള്ളത്. ചിലപ്പോൾ 2099 അല്ലെങ്കിൽ 2199. ഇനി 1999 കിട്ടുവാണെങ്കിൽ നല്ല ഡീലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. റിയൽമി ബഡ്സ് T500 Proയ്ക്കും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മാക്സിമം ആ ഒരു ഡിസ്കൗണ്ട് 2599 തന്നെയാണ്. പക്ഷേ ഓഫർ സമയത്ത് ഇനി ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് പോലുള്ള വലിയ ഓഫറൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2499 അല്ലെങ്കിൽ 2399 എത്താൻ ചാൻസ് ഉണ്ട്. ഇനി ആ ഒരു കളറുകൾ നോക്കുവാണെങ്കിൽ ലെമൺ കോള, ഓറഞ്ച് മിന്റ്, ലിക്കർ ചോക്ലേറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിൽ 500 Pro കിട്ടുമ്പോഴത്തേക്ക് ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച് എന്നിങ്ങനെ 3 കളേഴ്സിൽ ബഡ്സ് 2 ലഭ്യമാകുന്നത്. T500ലേക്ക് വരുവാണെങ്കിൽ ഒരു ക്യാൻഡി ബോക്സ് ഡിസൈനോട് കൂടിയിട്ടാണ് കാണാൻ സാധിക്കുക. നമ്മുടെ ബഡ്സ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് വേറൊരു സ്ക്വയർ ടൈപ്പ്, അതും നല്ല രസമാണ് എന്തായാലും കാണാനായിട്ടെന്നുള്ളൊരു വേറൊരു സംശയമില്ല. പിന്നെ നമ്മുടെ T500 Proയിൽ ലാനിയാർഡ് ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. പക്ഷേ ബഡ്സ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് ലാനിയാർഡ് നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. അത് തൂക്കാനുള്ളൊരു ഹോൾ അവിടെ ഉണ്ട്. ഓൾറെഡി ഞാൻ ഈ റിയൽമി ബഡ്സ് T500 Proയുടെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ CMF by Nothing But 2 എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ കൂട്ടുകാർക്കും സംശയമുള്ളത്. ഇപ്പോൾ ഈ ഒരു റിയൽമി ബഡ്സ് T500 Pro മേടിക്കണോ, CMF by Nothing But 2 മേടിക്കണം എന്നുള്ളതാണ്. എന്തായാലും അവർ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ അവർക്ക് നടത്താൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഏതാണ് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ ഈ രണ്ട് കേസും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, പവർ ബാങ്ക് ആണ്. 530 mAh ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ T500 Proയിലേക്ക് വരുമ്പോഴത്തേക്ക് 460 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് CMF by Nothing But 2ൽ കാണാൻ സാധിക്കുക. എന്നാൽ അപ് ടു 56 മണിക്കൂർ നമുക്ക് ANC ഓഫ് ആക്കിയിട്ട് T500 Proയിൽ കിട്ടുമ്പോഴത്തേക്ക് 55 മണിക്കൂർ നമുക്ക് ANC ഓഫ് ആക്കിയിട്ട് നമ്മുടെ ബഡ്സ് 2ൽ കിട്ടുന്നതാണ്. കൂടാതെ ANC ഓൺ ആക്കുവാണെങ്കിൽ അത് 500 Proയിൽ 33 മണിക്കൂറും ബഡ്സ് 2ൽ 32 മണിക്കൂറും കിട്ടും. അതായത് ബാറ്ററി കപ്പാസിറ്റി റിയൽമിയിലാണ് കൂടുതലെങ്കിൽ പോലും പ്ലേ ടൈം ഒക്കെ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു 70 mAh ബാറ്ററി കപ്പാസിറ്റി ഡിഫറൻസ് ഉണ്ട് നമ്മുടെ T500 Proയും ബഡ്സ് 2ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ സെയിം ആ ഒരു AAC കോഡക്കിൽ
രണ്ടിലും ANC ഓഫ് ആക്കിയിട്ട് കേൾക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ANC ഓൺ ആക്കിയിട്ട് കേൾക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ടോട്ടൽ പ്ലേ ടൈം ഓൾമോസ്റ്റ് ലൈക്ക് സെയിം. ജസ്റ്റ് ഒരു 1 hour മാത്രമാണ് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടും ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ ആ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 7.5 hours ടോട്ടൽ പ്ലേ ടൈം CMF by Nothing Buds 2 കിട്ടുമ്പോഴത്തേക്ക് റിയൽമി ബഡ്സ് T500 Proയിൽ എത്രയാണെന്നുള്ളത് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലേ. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 12.4 mm ഹൈറസ് ഓഡിയോ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് റിയൽമി ബഡ്സ് T500 Pro വരുന്നെങ്കിൽ കസ്റ്റം 11 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് നത്തിങ് ബഡ്സ് 2 ലഭ്യമാകുന്നത്. ഉറപ്പായിട്ടും ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മുടെ T500 Proയിൽ നിന്നുള്ള വേറൊരു സംശയമില്ല. കൂടാതെ 62 mAh ബാറ്ററി കപ്പാസിറ്റി T500 വരുമ്പോഴത്തേക്ക് 53 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് ബഡ്സ് 2ൽ. എന്നാൽ 13.5 hours തന്നെയാണ് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുക ANC ഓഫ് ആക്കിയിട്ട്. എന്നാൽ ANC ഓഫ് ആക്കുകയാണെങ്കിൽ T500 Proയിൽ 8 മണിക്കൂറും 7.5 hours ഒരു അരമണിക്കൂർ കുറഞ്ഞിട്ട് നമുക്ക് ബഡ്സ് 2ലും കിട്ടും. ഇവിടെയും എടുത്ത് പറയേണ്ടത് ഒരു 9 mAh നമുക്ക് ഡിഫറൻസ് ആക്ച്വലി ബഡ്സുകളിലും ഉണ്ട്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് ലൈക്ക് അല്ലെങ്കിൽ സെയിം പ്ലേ ടൈം ഒക്കെ തന്നെ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒരു വീഡിയോ കമൻറ്റ് ആയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ പ്ലേ ടൈം ആയിക്കോട്ടെ, ഇനി അല്ല സിംഗിൾ പ്ലേ ടൈം ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ കിട്ടുന്നു എന്ന് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഞാനൊക്കെ അത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും അറിയത്തില്ല. പക്ഷേ എന്താ പറയുക, സ്പെക് വൈസ് നമുക്ക് എല്ലായിടത്തും ഒക്കെ കാണുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതല്ലേ. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് ഇടണമെങ്കിൽ അത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പറയാൻ പറ്റും. കാരണം ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, വെയറിംഗ് കംഫർട്ട് ഇപ്പോൾ റിയൽമിയിലാണെങ്കിലും CMFിലാണെങ്കിലും വേറെ ഒരു പ്രശ്നമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിലും കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ റിയൽമി ആയിക്കോട്ടെ CMF ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വെയറിംഗ് കംഫർട്ടിൻ്റെ പ്രശ്നമില്ല. പിന്നെ എവിടെയാണ് ആക്ച്വലി ഈ ഒരു വെയറിംഗ് കംഫർട്ടൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബോട്ട്, ഗോ ബോൾട്ട്, ട്രൂക്ക് ഇതിലൊക്കെ എടുക്കുമ്പോഴാണ്. കാരണം ഇതൊക്കെ പല ഡിഫറെൻറ്റ് ഷേപ്പുകളിലാണ്. എന്നാൽ നമ്മുടെ റിയൽമിയിലേക്കോ CMFിലേക്കോ ഇനിയല്ല ഓപ്പോ, OnePlus ഏതെടുത്താലും ഇതിലൊക്കെ തന്നെ ആ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വെയറിംഗ് കംഫർട്ടിൽ ഒരിക്കലും നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ഇന്നിയർ ഡിറ്റക്ഷൻ ഈ രണ്ട് പ്രോഡക്റ്റുകളുണ്ട്. ഇന്നിയർ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇയർബഡ് ഇജക്ട് ചെയ്യുമ്പോൾ, ചെവിയിൽ നിന്ന് ഇജക്ട് ചെയ്യുമ്പോഴത്തേക്ക് പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവും, ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് പ്ലേ ആവും. അതേപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യമാണ്, ഇതിനകത്ത് രണ്ടിലും ഇൻസ്റ്റൻറ്റ് പെയർ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ലിഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ വരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും. കൂടാതെ നമുക്ക് നിങ്ങളുടെ കയ്യിലൊരു ആൻഡ്രോയിഡ് മൊബൈലാണ് ഇരിക്കുന്നെങ്കിൽ ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, പെയർ ചെയ്യാത്തൊരു സാധനമാണ് പറഞ്ഞത്, ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വിൻഡോ പോപ്പപ്പ് ആയി വന്നിട്ട് ജസ്റ്റ് ഒരു 1 ടാപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് മൈക്ക് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 മൈക്ക് സിസ്റ്റം തന്നെയാണ്. അതായത് ഓരോ ഇയർബഡുകളിലും 3 മൈക്ക് വെച്ചിട്ട് 6 മൈക്ക് സിസ്റ്റം ഫോർ ക്രിസ്റ്റൽ ക്ലിയർ കോൾസ് എന്ന് മാത്രമാണ് നമ്മുടെ T500 Proയിൽ എഴുതിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്സ് 2ലേക്ക് വരുവാണെങ്കിൽ ക്ലിയർ വോയിസ് ടെക്നോളജി 3.0, അതുപോലെ തന്നെ വിൻ നോയ്സ് റിഡക്ഷൻ 3.0 എന്നുള്ള ടെക്നോളജിയൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു രണ്ട് പ്രോഡക്റ്റുകളുടെയും മൈക്ക് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ബാക്ക് ടു ബാക്ക് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് T500 Proയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻറ്റോള് ഇതിനകത്ത് 6 മൈക്ക് കോൾ സിസ്റ്റം ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 3 മൈക്കൂടെ കാണാം. ഞാനിപ്പോൾ എന്തായാലും പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തൊട്ടടുത്തായിട്ട് ഒരു അമ്പലത്തിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പാട്ട് നിങ്ങൾക്ക് എന്തുമാത്രം അത്യാവശ്യം അടിപൊളിയായിട്ട് കേൾക്കാമോ? ഇതിപ്പോൾ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. പാട്ടാണോ ഇനി ഞാൻ സംസാരിക്കുന്നതാണോ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക? എന്റെ വോയിസ് ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ഇത് കോളിങ്ങിന് ബെറ്റർ ഉണ്ടാണ്. ഇത് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CMF by Nothing Buds 2ൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോള്. ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് 6 HD മൈക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 3 മൈക്ക് വരെ കാണാം. കൂടാതെ ക്ലിയർ വോയിസ് ടെക്നോളജി 3.0യും വിൻ നോയ്സ് റിഡക്ഷൻ 3.0യും ഇതിനകത്തുണ്ട്. സോ പുറത്തു പോയിട്ട് നമ്മൾ സംസാരിച്ചാൽ പോലും അടിപൊളിയായിട്ട് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് കേൾക്കാനും പറ്റും. ഇനി കാറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നാൽ പോലും അതൊക്കെ റിഡക്ട് ചെയ്ത് അടിപൊളി ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും. എന്നാലും ഇതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ലഭ്യമാകുന്നത്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഈ രണ്ട് മൈക്ക് ക്വാളിറ്റികളും ബാക്ക് ടു ബാക്ക് കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്? എന്തായാലും രണ്ടും എങ്ങനെയാണ് ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് അതിന് കിട്ടിയത് അതേപോലെ തന്നെ ഒരിക്കലും ഈ ഒരു സൗണ്ടുകളൊന്നും തന്നെ ഞാൻ എൻഹാൻസ് ചെയ്തിട്ടില്ല കേട്ടോ. സോ ആ രണ്ട് ഫയലുകളും അതേപോലെ റോ ഫയലായിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമാണ്. സോ ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് കിട്ടുന്ന മൈക്ക് ക്വാളിറ്റി. ഇനി ഇതിൻ്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് ഇടണമെങ്കിൽ ഇതിൽ ആക്ച്വലി നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. എന്തായാലും SBC AAC LHTC 5.0 കോഡക്കാണ് നമ്മുടെ
T500 Pro കിട്ടുമ്പോഴത്തേക്ക് SBC AAC കോഡക്ക് മാത്രമാണ് നമ്മുടെ CMF by Nothing Buds 2 ലഭ്യമാകുക. T500 Proയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് EQ മോഡ്സും സ്പേഷ്യൽ ഓഡിയോ അവൈലബിൾ ആണ്. എന്നാൽ നമ്മുടെ CMF by Nothing Buds 2ലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഡിറാക് ഓപ്റ്റിയോ മോഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതേപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ഉണ്ട്, അൾട്രാ ബേസ് ടെക്നോളജി ഉണ്ട്, കസ്റ്റം EQ ഉണ്ട്, കൂടാതെ ട്യൂൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിറാക്കും അതേപോലെ തന്നെ നത്തിങ് കൂടി ഒരുമിച്ചിട്ടാണ്. സോ ഇവിടെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഏതിലായിരിക്കും ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടിലും നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. എൻഹാൻസ്ഡ് ഔട്ട്പുട്ട് ആണ് നമുക്ക് ആക്ച്വലി ഒരു ഡിറാക് ഒപ്റ്റിയോ മോഡിലൂടെ CMF by Nothing Buds 2 കിട്ടുമ്പോഴത്തേക്ക് T500 Proയിൽ ആക്ച്വലി ആ ഒരു എൻഹാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ളതും ആ ഒരു നല്ല ഭയങ്കര വലിയ രീതിക്ക് ലൗഡായിട്ടും കിട്ടുന്നതാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒരു മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നിങ്ങളുടെ മൊബൈൽ LHTC കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും റിയൽമിയിലേക്ക് പോവുക. അതർവൈസ് ഉറപ്പായിട്ടും നല്ല അടിപൊളി ഡീൽ തന്നെയാണ് നമ്മുടെ CMF by Nothing Buds 2 കേട്ടോ. അതിലും വേറൊരു സംശയമല്ല. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിറാക് ഒപ്റ്റിയോ മോഡാണ് കുറച്ച് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, നമ്മുടെ ആ ഒരു എൻഹാൻസ്ഡ് മോഡ് ഓൺ ആക്കിയിട്ട് റിയൽമിയിൽ കേൾക്കുന്നതിനേക്കാളും. സോ ഞാൻ എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ CMF by Nothing Buds 2 ആയിരിക്കും. പ്രത്യേകിച്ച് 2599 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. 2999 കൊടുക്കണം നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro മേടിക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു LHTC കോഡൊക്കെ, അതായത് നിങ്ങൾ നല്ല രീതിക്ക് ആ ഒരു മ്യൂസിക് ആസ്വദിക്കുന്ന ഒരാളാണ്, എപ്പോഴും നിങ്ങൾ മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ്, മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയറോട് കൂടിയിട്ട് വോക്കൽ സെപ്പറേഷനോട് കൂടിയിട്ട് ഇനി അതല്ല ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനോട് കൂടി കേൾക്കുന്നതിൽ ഉറപ്പായിട്ടും LHTC കോഡക്കോട് കൂടിയിട്ടുള്ള നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ആപ്പുകൾ സപ്പോർട്ടാണ്, റിയൽമി ലിങ്ക് ആപ്പും നത്തിങ് എക്സ് ആപ്പും. സോ അതിനകത്താണ് നമ്മൾക്ക് ഈ ഒരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് ആണെങ്കിലും അൾട്രാ ബേസ് ടെക്നോളജി ആണെങ്കിലും ഇതെല്ലാം EQ കസ്റ്റം ചെയ്യണം എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആണ് നമ്മുടെ റിയൽമി ബഡ്സ് T500 Proയിൽ. എന്നാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് നമ്മുടെ CMF by Nothing Buds 2. സോ ഉറപ്പായിട്ടും ആ ഒരു കാര്യത്തിലും കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഒരു എന്താ പറയുക ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ T500 Pro ആയിരിക്കും. കൂടാതെ ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി നമ്മുടെ T500 Proയിലുണ്ട്. അതായത് ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആയപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിരിക്കാം ഈ ഒരു ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി. എന്നാൽ ഇവിടെ നമ്മുടെ CMF by Nothing Buds 2ലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി മാത്രമാണുള്ളത്. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ആണെങ്കിലും ഒരിക്കലും അത് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ട്രിപ്പിൾ ആകുമ്പോഴത്തേക്ക് 3 ഡിവൈസ് കണക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഉപയോഗം, അതായത് നിങ്ങൾക്കിപ്പോൾ 2 ഫോണുണ്ട് അതേപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റിയൽമി ബഡ്സ് 500 Pro മേടിക്കുക. അതർവൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ, ഒരു ലാപ്ടോപ്പേ ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റിയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ CMF by Nothing Buds 2 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഒരു ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും എടുത്തു പറയേണ്ടത് 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡാണ് T500 Proയിൽ കിട്ടുമ്പോഴത്തേക്ക് 110 ms ലോ ലേറ്റൻസി മോഡാണ് CMF by Nothing Buds 2 കിട്ടുന്നത്. എന്നാലും ഇതിൻ്റെയും നമ്മുടെ ആ ഒരു BGMI ടെസ്റ്റ് കണ്ട് തിരിച്ചു വരാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് ട്രിഗറിന് കൈയെടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ഔട്ട്പുട്ട് എന്തായാലും സ്പ്രേ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ടാപ്പ് ഒന്ന് നോക്കാം. പക്കയാണ് കേട്ടോ, കണ്ടോ? ജസ്റ്റ് ഒന്നുകൂടെ സ്പ്രേ ചെയ്യാം. പൊടിക്കൊരു ഡിലേ എന്തായാലും കാണുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്യാം. സിംഗിൾ ഷോട്ട് എന്തായാലും വലിയ പ്രശ്നമില്ല, കണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. എന്നാൽ സ്പ്രേ ചെയ്യുമ്പോൾ പൊടിക്ക് ലാഗുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു 45 ms അതേപോലെ തന്നെ 110 ms ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ലേ? അത് തന്നെയാണ് എനിക്കും എന്തായാലും തോന്നിയത്. പക്ഷേ 45 ms തന്നെയാണ് അൾട്രാ ലോ ലേറ്റൻസി മോഡ് തന്നെയാണ് ഏറ്റവും മുന്നിലായിട്ട്. അതായത് ഗെയിമർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ റിയൽമി ആയിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഇതിൻ്റെ ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ SBC കോഡക്കിലേക്ക് വന്നിട്ട് മാത്രം ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുക കേട്ടോ. ഇനി ആ ഒരു വാട്ടർ റെസിസ്റ്റൻസ് കാര്യം പറയുകയാണെങ്കിൽ IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് തന്നെയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും ഉള്ളത്. സോ അവിടെയും ആ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ 1 year വാറണ്ടി നമുക്ക് ഇതിൽ രണ്ടിലും കാണാനും സാധിക്കും. ഈ ഒരു 1 year വാറണ്ടി രണ്ടിലും ഉണ്ടെങ്കിൽ പോലും
ഏറ്റവും നല്ലൊരു വാറണ്ടി നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു സർവീസ് കിട്ടുന്നത് റിയൽമിയിലായിരിക്കും നത്തിങ്ങിനേക്കാളും. പലരും പറയുന്നൊരു കാര്യമാണ് ഈ ഒരു CMFന്റെ ജസ്റ്റ് ഈ ഒരു കേസിൽ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാറണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നത്തിങ്ങിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ CMF by Nothing Buds 2ന്റെ കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് തറയെ വീണാൽ പോലും അതങ്ങോട്ട് ആ ഒരു കേസിന് ഒരു കേടുപാടും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ T500 Proന്റെ കേസ് കവർ ഇതുവരെ അവൈലബിൾ അല്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവൈലബിൾ ആകുമ്പോഴത്തേക്ക് ദീപ് സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് കേട്ടോ. എന്തായാലും ഓവറോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏതായിരിക്കും വാങ്ങിച്ച വർത്ത് ബൈയിങ് എന്ന് വെച്ചാൽ 2599 രൂപയ്ക്ക് CMF by Nothing Buds 2 മേടിക്കണം, 2999 രൂപ കൊടുത്തിട്ട് റിയൽമി ബഡ്സ് T500 Pro മേടിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾക്ക് ഓവറോൾ വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ CMF by Nothing Buds 2 ആണ്. കാരണം 2599 നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം തന്നെ അതിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T500 Proയും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ 3000 രൂപ ബജറ്റിൽ നിങ്ങൾക്ക് 3000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T500 Pro മേടിക്കൂ. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ 3000 രൂപ ബജറ്റ് ആണെങ്കിൽ പോലും 2599 രൂപയ്ക്ക് അത്ര മതി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CMF by Nothing Buds 2 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ചിലർ പറഞ്ഞൊരു കാര്യമാണ് CMFന്റെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ അടിച്ചു പോകുന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എന്തായാലും അതും നിങ്ങൾക്ക് അറിയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കമന്റ് ആയിട്ടുണ്ട്. ഓവറോൾ എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റുകളും വേർത്ത് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. പിന്നെ കാശ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ CMF വാങ്ങിക്കുക. ഇനി അതല്ല കാശ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 300 രൂപ എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T500 Pro മേടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ രണ്ട് പ്രോഡക്റ്റുകളുടെയും ഒരു കമ്പാരിസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്ക് ആയിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.